Assalamualaikum. Welcome back to Rinans Cooking World. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബോട്ടിയാണ്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു ആടിൻ്റെ ബോട്ടി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉരുളിയിലാണ് ബോട്ടി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉരുളിയിലോട്ട് ഇട്ടുകൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളിയും ഒരു 5 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരച്ചെടുത്ത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് കുക്ക് ചെയ്യാനായി തുടങ്ങാം. നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത് ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ബോട്ടി ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് ചെറു തീയിലിട്ട് മൂടി വെച്ച് ഒരു 1/2 മണിക്കൂർ ഒന്ന് വേവിച്ചെടുക്കാം. ബോട്ടി ഇവിടെ നന്നായി വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വേപ്പിലയും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വലിയിച്ചെടുക്കാം. അപ്പോൾ ബോട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായി എടുത്തിട്ടുള്ളത് കപ്പയാണ്. കപ്പയും ബോട്ടിയും അന്നും ഇന്നും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.